ഷെക്കീന ഫയർ റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് നിതിൻ ജോസ്. ലോകത്തെ ഏറ്റവും വലിയ, ഏറ്റവും സുന്ദരമായ ജനാധിപത്യ രാഷ്ട്രമാണ് നമ്മുടെ ഭാരതം, നമ്മുടെ ഇന്ത്യ. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, മീഡിയ എന്നീ 4 തൂണുകളാണ് ഈ മനോഹരമായ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തെ ചേർത്തുപിടിക്കുന്നത്, താങ്ങി നിർത്തുന്നത്, ഈ രാജ്യത്തിന് മുമ്പോട്ട് കുതിക്കാനുള്ള ഗതി നൽകുന്നത്, മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നത്, കൈത്തിരിയായി കൈത്താങ്ങായി മുന്നോട്ട് സഞ്ചരിക്കുവാൻ പ്രചോദനമാകുന്നത്. എന്നാൽ ഈ 4 തൂണുകളിൽ ക്രൈസ്തവ സമൂഹത്തിൻ്റെ പ്രതിനിധികളുടെ അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായ അംഗങ്ങളുടെ പ്രാതിനിധ്യം ഏറെ പിന്നിലാകുന്ന ഒരു പതിറ്റാണ്ടിലാണ്, അല്ലെങ്കിൽ ഏറെ പിന്നിലാകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്തുകൊണ്ടാണ് രാഷ്ട്രീയത്തിലും സിവിൽ സർവീസിലും നിയമനിർമ്മാണ മേഖലകളിൽ, ജുഡീഷ്യറിയിൽ, മീഡിയ ഉൾപ്പെടെയുള്ള മേഖലകളിൽ നമ്മളുടെ പ്രാതിനിധ്യം കുറഞ്ഞു പോയത്? ഈ പ്രശ്നത്തിനുള്ള പ്രതിവിധി നമ്മുടെ മുമ്പിൽ ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്ത്? ഈ വിഷയമാണ് ഇന്ന് ഷെക്കീന ഫയർ റൂം ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എൻ്റെ ഒപ്പം പങ്കുചേരുന്നത് ഡോക്ടർ കൊച്ചുറാണി ജോസഫ്, സീറോ മലബാർ സഭയുടെ സ്പോക്സ് പേഴ്സണും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് ആൻഡ് പ്ലേസ്മെന്റ് ഡയറക്ടറും, ഒപ്പം ഡോക്ടർ സെമിച്ചൻ ജോസഫ്, അദ്ദേഹം കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും നേതൃത്വ പരിശീലകനുമാണ്, ഒപ്പം കോളേജ് അധ്യാപകനുമാണ്. രണ്ടുപേർക്കും പ്രിയ പ്രേക്ഷകർക്കും ഷെക്കീന ഫയർ റൂമിലേക്ക് സ്വാഗതം. ഡോക്ടർ സെമിച്ചൻ, ഈ ചർച്ച ആരംഭിക്കുകയാണ്. നമുക്കറിയാം, ഈ ഇന്ത്യ എന്ന ഈ രാജ്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അത് ജനാധിപത്യമാണ്, അല്ലേ? അങ്ങ് നമ്മൾ പല രാഷ്ട്രങ്ങളെയുമായി താരതമ്യം ചെയ്യുമ്പോൾ അവിടെ ഏകാധിപത്യം നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ രാജ്യത്തിന് പ്രശ്നങ്ങളുണ്ട്, ഈ രാജ്യത്തിന് കുറവുകളുണ്ട്, പരിമിതികളുണ്ട്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് ജനാധിപത്യത്തിലാണ്. അത് 4 തൂണുകളാൽ ഉറക്കപ്പെട്ട ഒന്നാണ്. അത് നമുക്ക് നമ്മളുടെ പഴയ കാലത്തെ സിനിമകളൊക്കെ നമ്മൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ പഴയ കാലത്തെ ഡൽഹിയിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. എല്ലാ പേരുകളുടെ മുമ്പിലും നമുക്ക് ചില കോമൺ ഫാക്ടേഴ്സ് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ നിയമസഭയിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ മറ്റു മേഖലയിലൊക്കെ പോകുമ്പോഴുമൊക്കെ ഈ സാഹചര്യങ്ങളിൽ നമ്മൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ക്രൈസ്തവ മേഖലയിലെ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹ അംഗങ്ങളുടെ പ്രാതിനിധ്യം ഈ പറയുന്ന പല 4 തൂണുകളിലും വല്ലാതെ ശോഷിച്ചു പോകുന്നു എന്നത് നമ്മൾ പലപ്പോഴും വായിച്ചെടുക്കാറുണ്ട്. അങ്ങേക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ആ നിലയിൽ ഒരു പ്രാതിനിധ്യത്തിൻ്റെ കുറവ്, അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ക്രൈസ്തവ സമൂഹങ്ങൾ ഇത്തരത്തിലുള്ള അംബീഷ്യസ് ആയിട്ടുള്ള കരിയേഴ്സിൽ നിന്ന് മാറിയിട്ട് മറ്റു പല കരിയറിലേക്ക്, ഇപ്പോൾ UK വിദേശത്തേക്കൊക്കെ പോകുന്ന ആളുകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. ചെറിയ സ്വപ്നങ്ങളും ആയി, എന്നാൽ വലിയ പ്രാരാബ്ധങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് നാളെ വിടേണ്ടി വരുന്ന മനുഷ്യർ, അത് മറ്റൊരു വിഷയമാണ്. എന്നിരുന്നാലും ഈ ഒരു ചേഞ്ച് അത് അങ്ങേരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും ഇതിന് അതൊരു എന്താ പറയുക, ഒരു ചരിത്രപരമായ ചില കാരണങ്ങൾ ഇതിനുണ്ട്. കാരണം ചരിത്രപരമായി നമ്മൾ പലപ്പോഴും നമ്മുടെ ഫോക്കസ് ഏരിയ വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. ഇനി ഞാനിതിന് വേറൊരു ആംഗിളിൽ പലപ്പോഴും കാണാറ്, ഇത്തരം ഇപ്പൊ എസ്പെഷ്യലി നമ്മൾ പറയുന്ന സോക്കോൾഡ് ഗ്ലാമറസ് ആയിട്ടുള്ള ചില മേഖലകൾ, ഉദാഹരണം പറഞ്ഞ സിവിൽ സർവീസ്, മാധ്യമ പ്രവർത്തനം, രാഷ്ട്രീയം, ഇങ്ങനെയൊക്കെയുള്ള പല മണ്ഡലങ്ങളിലും ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള ആൾക്കാരുടെ എണ്ണം കുറവാണ്. പക്ഷേ ഞാൻ അതിന് വേറൊരു ആംഗിളിലൂടെ കാണുന്നു, ക്രൈസ്തവ പരിശീലനം ലഭിച്ചിട്ടുള്ളവരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇന്ത്യ പോലെയുള്ള ഒരു വലിയ വിശാലമായ രാജ്യത്ത് 2%, 2-2.5% മാത്രമുള്ള ഒരു സമൂഹത്തിന്റെ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രാതിനിധ്യം എന്ന് പറയുന്നത് തുച്ഛമായിരിക്കാം. പക്ഷെ ഇത്തരം മേഖലകളിൽ ഇന്ന് ശോഭിക്കുന്ന പലരും ഒരു ക്രൈസ്തവ പരിശീലനം ലഭിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, നമ്മുടെ മിഷണറിമാരുടെ വിദ്യാഭ്യാസ പ്രേക്ഷിത പ്രവർത്തനങ്ങളുടെ ഫലമായി. അപ്പൊ അത്തരം ആൾക്കാരിലൂടെ ഒരു മൊറാലിറ്റിയുടെ ഒരു ശബ്ദമായിട്ട് മാറാനായിട്ട് ഒരു ഇന്ത്യൻ പൊളിറ്റിക്സിലൊക്കെ അല്ലെങ്കിൽ ഇത്തരം മേഖലകളിലൊക്കെ ഇടപെടാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അല്പം വിമർശനാത്മകമായിട്ട് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇതിന് പറഞ്ഞൊരു വിഷയം, എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഈ മേഖലയിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. വരുന്നുണ്ട്, പക്ഷെ അത് അവരുടെ എണ്ണം വളരെ കുറവാണ്. ആ ഒരു മേഖല നമ്മൾ എന്താ പറയാ, ഇപ്പോ ഈ അടുത്ത കാലത്ത് കേരള സഭ പ്രത്യേകിച്ച് ഈ മേഖലയിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടുള്ള ഒരു അഭിപ്രായമാണ് എനിക്ക്. നമ്മുടെ തന്നെ പല രൂപതകളും സിവിൽ സർവീസ് അക്കാദമികൾ സ്ഥാപിക്കുന്നു, മാധ്യമ പരിശീലന സ്ഥാപനങ്ങൾ തുടങ്ങുന്നു, രാഷ്ട്രീയത്തിലേക്ക് വരുന്നവരെ മുൻപുള്ളതിനേക്കാൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നു. അതിന്റെ ചില ഗുണപരമായ നേട്ടങ്ങളൊക്കെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി പലപ്പോഴും. കാരണം അസംബ്ലിയിൽ
ക്രൈസ്തവ പ്രാതിനിധ്യം മുൻപെന്നും ഇല്ലാത്ത വിധം അല്ലെ ഒരല്പം കൂടുതലായിട്ട് തന്നെ ഉണ്ടായി എന്ന് വിലയിരുത്തപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പ്രോഗ്രസീവായ പോസിറ്റീവായ മാറ്റങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ടെന്ന് നിരീക്ഷിക്കാനാണ് എനിക്ക് താല്പര്യം. പക്ഷെ കൂടുതലായിട്ടുള്ള ഇടപെടലുകൾ എസ്പെഷ്യലി ഈ പറഞ്ഞ നേരത്തെ നമ്മൾ പറഞ്ഞ സിവിൽ സർവീസ് പോലെയുള്ള മേഖലകളിലേക്ക് നമ്മുടെ കുട്ടികളെ കൂടുതലായിട്ട് പരിശീലിപ്പിക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ടേക്ക്. എന്താണ് ടീച്ചറിന്റെ കമന്റ്? ഈ ചരിത്രപരവും സാമൂഹ്യപരവുമായ പരിണാമങ്ങളിലൂടെയാണ് സമൂഹം കടന്നുപോയത്. ആ പരിണാമത്തിന്റെ ആദ്യഘട്ടം കാർഷിക യുഗമായിരുന്നു. ഈ കാർഷിക യുഗത്തിൽ കൃഷിയും ഭൂമിയുമായിരുന്നു സമ്പത്തിന്റെ അല്ലെങ്കിൽ അളവുകോലായിട്ട്. അത് വഴിമാറിയത് വ്യാവസായിക വിപ്ലവത്തോടുകൂടി വ്യാവസായിക യുഗത്തിലൂടെയാണ്. അപ്പൊ ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വ്യവസായം തുടങ്ങണം, അല്ലെങ്കിൽ നമ്മുടെ റബ്ബറിന് കാർഷിക മേഖലയിൽ നിന്ന് ഉണ്ടാക്കിയ റബ്ബറിനെ എങ്ങനെ കയറ്റുമതിയാക്കുക, ഇങ്ങനെ വ്യാവസായിക യുഗത്തേക്ക് വരും. മൂന്നാമത്തെ പരിണാമം എന്ന വിവരസാങ്കേതിക വിദ്യയിലാണ്, ഇൻഫർമേഷൻ ടെക്നോളജിയിലാണ്. ഈ പിന്നീട് വന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ എക്കോണമി എന്ന് പറയും, മാർക്കറ്റിംഗ്. ഈ ചരിത്രപരവും സാമൂഹികപരവും പരിണാമം സഭയെയും സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ സഭയിലും ആദ്യം മനുഷ്യന്റെ ഭൂമി, അവന് എത്ര ഏക്കറുണ്ട്, അവന്റെ കൃഷി, അവന് എന്തൊരു റബ്ബറുണ്ട്, പണ്ട് തെങ്ങിൽ നിന്ന് തേങ്ങ എത്ര തേങ്ങ കിട്ടും, ഇങ്ങനെ ഈ മാറ്റം വന്നപ്പോൾ എന്താ പറ്റുന്നറിയാം, ഇങ്ങനത്തെ ഫോക്കസിൽ നിന്ന് ഒരു പരിധി വരെ നമ്മുടെ മക്കളെ അതിലേക്ക് വിടുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു. സഭ എന്ന് പറയുന്നത് നമ്മളാണ്, എന്താ നമ്മൾ പരാജയം. കൃഷിയും കച്ചവടവും അല്ല, കച്ചവട രംഗത്ത് ഈ പറഞ്ഞ ഇപ്പൊ നമ്മളിപ്പോൾ കാണുന്ന പണ്ടുണ്ടായിരുന്ന കാത്തലിക് സിറിയൻ ബാങ്ക്, കൊച്ചിൻ ബാങ്ക്, ഇപ്പോൾ കാണുന്ന സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്, ഇതൊക്കെ സഭയിൽ നിന്ന് വളർന്നു വന്ന പ്രസ്ഥാനങ്ങൾ തന്നെയാണ്, എന്താ. പക്ഷെ ഇന്ന് അതിൻ്റെയൊക്കെ ഫോക്കസ് മാറിപ്പോയെന്നുള്ളതും നമ്മളിവിടെ പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഫോക്കസ് വന്നപ്പോഴത്തേക്ക് ഈ നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ സഭ, അല്ലെങ്കിൽ നീതിന്യായ വകുപ്പ്, മാധ്യമ വകുപ്പ്, ഇത് നാലുമാണ് നമ്മളിപ്പോൾ പറഞ്ഞു. ഈ 4 വകുപ്പുകളിലേക്കുള്ള ഫോക്കസ് ഉണ്ടായില്ല എന്നത് ചരിത്രപരമായ ഒരു വസ്തുതയാണ്. ഇപ്പോൾ തിരിച്ച് ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ മേഖലകളിലെല്ലാം നമ്മുടെ സാന്നിധ്യം, അത് രാഷ്ട്രീയത്തിലാകാം, രാഷ്ട്ര നിർമ്മാണത്തിലാകാം, ഇതിനകത്ത് നമ്മുടെ സാന്നിധ്യം കൂടുതലായി വർദ്ധിപ്പിക്കണം എന്ന ചിന്ത കടന്നു വന്നിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മക്കൾക്ക് ഈ ഒരു ഫോക്കസ് കൊടുക്കാൻ നമ്മുടെ കലാലയങ്ങൾക്ക് പോലും സാധിച്ചില്ല. പെട്ടെന്നൊരു ജോലി എന്നതിനപ്പുറം സാധിച്ചില്ല എന്നുള്ളതാണ്. പക്ഷെ ട്രെൻഡ് മാറുന്നുണ്ട്. കാരണം ഡിസിഷൻ മേക്കിംഗ് ബോഡീസ് അല്ലെങ്കിൽ പോളിസി മേക്കിംഗ് ബോഡീസ്, നയരൂപീകരണ സമിതികളിൽ നമ്മുടെ ആൾക്കാരുടെ എണ്ണം കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് അനുകൂലമായ രീതിയിൽ, അല്ലെങ്കിൽ എന്താ വെച്ചാൽ മറ്റൊരാൾക്ക് പ്രതികൂലമാകണമെന്നല്ല ഞാൻ പറയുന്നത്, നമുക്ക് അനുകൂലമായ രീതിയിൽ നിയമനിർമ്മാണം ഒന്നും സംഭവിക്കുന്നില്ല എന്നതിൻ്റെ യാഥാർത്ഥ്യം കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടെ നമ്മുടെ മുൻപിൽ പൊള്ളുന്ന യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നുണ്ട്. നടപ്പിലാകാത്തതിന്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഫോക്കസ് മാറുക എന്നുള്ളതാണ്. നേരത്തെ ശ്രമിച്ചം പറഞ്ഞ പോലെ അവിടെ ഒറ്റപ്പെട്ട ശ്രമങ്ങളുണ്ട്. ഇപ്പൊ പാലായിലുള്ള സിവിൽ സർവീസ് അക്കാഡമി എടുത്താലോ, ഒരു നൈപുണ്യ ഇന്റർനാഷണൽ എറണാകുളത്തുള്ള അക്കാഡമി എടുത്താലോ ഇപ്പൊ സിവിൽ സർവീസിന് ഫോക്കസ് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വ്യക്തിപരമായിട്ട് എത്രത്തോളം ഈ മേഖലയിൽ ഊന്നൽ കൊടുത്തുള്ള സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ടെന്നുള്ളതാണ്. ഇതൊരു ഭാരമായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ, അല്ലെ എൻ്റെ സഭയിലെ, ഞാൻ വർഗീയതയല്ല പറയുന്നത് കേട്ടോ, എൻ്റെ സഭയിലെ കുഞ്ഞുങ്ങൾ എത്തിപ്പെടേണ്ട മേഖലകളിൽ എത്തുന്നില്ലെന്നും അവരുടെ കഴിവുകൾ ബിലോ ആവറേജിൽ നിൽക്കുവാണെന്നും, അല്ലെ അവർക്ക് ഉണ്ട് കഴിവുകൾ, അതിനെ എനിക്കത് വിന്യസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല, നമുക്ക് വിന്യസിപ്പിക്കാൻ സാധിച്ചിട്ടില്ല എന്നും നമ്മൾ ഓർക്കണം. ഇവിടുത്തെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ പറഞ്ഞതുപോലെ, നേരത്തെ പറഞ്ഞതുപോലെ നാനാജാതി മതസ്ഥർക്ക് വേണ്ടി തുറന്നിട്ട വ്യവസായങ്ങൾ. നമുക്കറിയാം ചാവറപ്പിതാവ് കൊണ്ടുവന്ന എഡ്യൂക്കേഷൻ വിപ്ലവമൊക്കെ സംസ്കൃത സ്കൂൾ ആരംഭിച്ചുകൊണ്ടാണെന്ന് ഓർക്കണം. സംസ്കൃത സ്കൂൾ ആരംഭിച്ചുകൊണ്ട് എല്ലാവരെയും ഒരേപോലെ, ഈ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് യുനെസ്കോ പറയുന്നത് പോലും പീസ്ഫുൾ കോഎക്സിസ്റ്റൻസിന് സഹായിക്കുക എന്നുള്ളതാണ്. സിലബസ് മറന്നു കഴിഞ്ഞും ക്ലാസ് റൂം വിട്ട് കഴിഞ്ഞും എന്നിൽ എന്താ അവശേഷിക്കുന്നുണ്ട്, മൂല്യം. അതിലേക്കായിരുന്നു നമ്മുടെ ഫോക്കസ്. അത് വേണം, മൂല്യബോധമുള്ള, ചരിത്രബോധമുള്ള, പൗരബോധമുള്ള ജനത്തെ സൃഷ്ടിക്കാൻ. പക്ഷേ തൊഴിൽപരമായ മേഖലകളിൽ നമുക്ക് സാധിച്ചില്ല. അതുകൊണ്ടൊരു റീഫോക്കസിന് ഇന്ന് ശ്രമിക്കുന്നുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശരി, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ചരിത്രമാണല്ലോ ടീച്ചർ പറഞ്ഞത്. ഇപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ നമ്മുടെ ആളുകൾ ഇല്ല, അല്ലെങ്കിൽ അവിടെ ഒരു പ്രാതിനിധ്യം ഇല്ല എന്നൊരു സങ്കടം എല്ലാ പ്ലാറ്റ്ഫോമിലും പിതാക്കന്മാരൊക്കെ പങ്കുവയ്ക്കാറുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയൊരു കാര്യം, ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത്ര ഒരു കലാലയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ കാലഘട്ടങ്ങളിൽ
നമ്മൾ കലാലയ രാഷ്ട്രീയം നമ്മുടെ കോളേജുകളിൽ അത് നിർത്തലാക്കുമ്പോൾ, അത് ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹം അത് വളർന്നു വന്ന കാലഘട്ടത്തിൽ അത് ഉണ്ടാക്കിയൊരു മെസ്സേജ് എന്ന് പറയുന്നത് എന്തോ ഒരു മോശം സംഗതിയാണെന്നുള്ള ഒരു ധാരണ അത് വല്ലാതെ നമ്മളെ ബാധിച്ചിട്ടുണ്ട്. ഇപ്പം റോജി എം ജോണിനെ പോലെ അല്ലെങ്കിൽ വി ഡി സതീശനൊക്കെ വളർന്നു വന്ന തേവര കോളേജ് പോലുള്ള കോളേജുകൾ അവിടെ വളരെ പോസിറ്റീവായ രാഷ്ട്രീയമുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നു. എന്നിരുന്നാൽ പോലും ഇത് മുന്നോട്ട് വെച്ച ഒരു ആശയ പ്രശ്നമുണ്ട്. ഇതൊരു ആശയം എന്ന നിലയിൽ ഇത് നമ്മളുടെയൊക്കെ മനസ്സിൽ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്തോ ഒരു മോശം ഇടമാണ്, അതിലെല്ലാവരും അഴിമതിക്കാരാണ്, അല്ലെങ്കിൽ അവരെല്ലാം ഈ പറയുന്ന വലിയ കൈക്കൂലി വാങ്ങി ഈ സംവിധാനങ്ങളിലെ കള്ളന്മാരാണ് എന്നൊരു നറേറ്റീവ് അറിഞ്ഞോ അറിയാതെ ഓരോ തീരുമാനങ്ങൾ അങ്ങനെയുള്ള ഒരു ആശയ പ്രചരണം നടത്തിയിട്ടുണ്ട് എന്നത് നിസ്സംശയമായി നമുക്ക് പറയാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യം, നമ്മുടെ കുട്ടികൾ പൊതുവെ ഈ ആംബീഷ്യസ് ആയ കരിയറിലേക്ക് സിവിൽ സർവീസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്കറിയാലോ, നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള അംബീഷ്യസ് ആയ ചലഞ്ചുകൾ എടുക്കാൻ അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു എൻവയോൺമെന്റ് അത് ഉണ്ടായി വരുന്നുണ്ട് എന്നത് എനിക്ക് അത്രമേൽ അടുത്തറിയാവുന്നത് കൊണ്ട് എനിക്ക് അതറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും ഈ റിസ്ക് എടുക്കാൻ, ഇതൊരു റിസ്ക് ആണല്ലോ, ഇപ്പൊ സംരംഭകരാകുകയും സർക്കാർ പരീക്ഷ എഴുതുന്നതുമൊക്കെ ഒരു റിസ്ക് തന്നെയാണ്. അതെന്ന് പരീക്ഷ വരുമെന്നോ, എന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുമെന്നോ, എന്ന് ജോലി കിട്ടുമെന്നോ എന്നൊന്നും നമുക്ക് ആർക്കും അറിയില്ല, അല്ലെ? നമ്മൾ പല കോർപ്പറേറ്റുകളിലൊക്കെ ജോലിക്ക് അപേക്ഷിച്ച് നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ തന്നെയാണ്. നമുക്കറിയില്ല, നമുക്കത് കിട്ടിയേക്കാം, ചിലപ്പോൾ കിട്ടാതിരുന്നേക്കാം. അത് റിസ്ക് ആണല്ലോ വിജയിക്കാൻ. നമ്മൾ അതിനകത്ത് സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നു, സംരംഭമാണെങ്കിൽ നമ്മൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിന് റിട്ടേൺസ് നമുക്കറിയില്ല. ഈ അനിശ്ചിതത്വങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ക്രൈസ്തവ സമൂഹത്തിന് വല്ലാതെ സാധിക്കാതെ പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് എന്നതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. മാത്രമല്ല, നമ്മളിങ്ങനെ വളരെ സേഫായ ചില ജോലികൾ ഇതാണ് നമ്മൾ പോകേണ്ടത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുമുണ്ട്. ഉദാഹരണം, നമ്മളെല്ലാം എഞ്ചിനീയറിംഗ് കോളേജുകൾ സ്ഥാപിക്കുന്നു, അവിടെയൊക്കെ നമ്മൾക്ക് നമ്മുടെ മക്കളെ ആവശ്യമുണ്ടായിരുന്നു. നമ്മളെല്ലാവരെയും പ്രൊമോട്ട് ചെയ്ത് എഞ്ചിനീയറിംഗിലേക്ക് പഠിപ്പിക്കുന്നു. നമ്മൾ കുറേ അധികം പേരെ നഴ്സിങ്ങിന് വിടുന്നു. അപ്പൊ അതിനകത്ത് ഒരു സാമ്പത്തിക ശാസ്ത്രം ഉണ്ടല്ലോ. നഴ്സാകാൻ പോകുന്നതിനകത്ത് തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ആ കുടുംബം രക്ഷപ്പെടുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ടതൊക്കെ തന്നെയാണ് നമ്മുടെ ഏറിയ പങ്ക് കുടുംബങ്ങളും, നമുക്കത് നിഷേധിക്കാൻ പറ്റില്ല. തീർച്ചയായും വിദേശ കറൻസികളും വിദേശ രാജ്യത്തെ നഴ്സുമാരുടെ ആ ഒരു ശുശ്രൂഷയും അവരുണ്ടാക്കിയ നാണയങ്ങളും ഒക്കെ തന്നെയാണ് നമ്മളുടെ ഒരു എക്കണോമിയെ ബിൽഡ് ചെയ്യുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നാളെ നമുക്ക് ജുഡീഷ്യറി, ലോയർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയോട് നമ്മൾ ആദ്യം ചോദിക്കുന്നത് എന്താണ്? ലോയർ ആകാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ ആദ്യമേ പറയുന്ന കാര്യം, ലോയർ ആയി കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടത്തില്ല, ലോയർ ആയി കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടത്തില്ല, വരുമാനം കിട്ടത്തില്ല, പിന്നെ നമ്മൾ നുണ പറയുന്ന കള്ളന്മാരുടെ ഒരു ജോലിയായി. ഇതൊക്കെയാണ് നമ്മളുടെ അറിഞ്ഞറിയാം, നമ്മുടെ സൺഡേ സ്കൂളിൽ പോലും വരുന്ന സംഭവം ഞാൻ ഈ പറയുന്നത്. ഇങ്ങനെ അപ്പം നമുക്ക് ജുഡീഷ്യറിയിൽ ആളില്ലെന്ന് പരിഭവിച്ചൊരു കാര്യമുണ്ടോ? നമ്മൾ ഒരാളെ ഈ ജുഡീഷ്യറി എന്താണെന്നോ, ഇതിന്റെ സൗന്ദര്യം എന്താണെന്നോ, അല്ലെങ്കിൽ ലോ മേഖലയിൽ ഉണ്ടാകുന്ന നന്മകളെക്കുറിച്ചോ, ഒരു ജഡ്ജായാൽ അല്ലെങ്കിൽ ഒരു ജഡ്ജി ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു അധികാര കസേരയിൽ ഇരിക്കുമ്പോൾ അതുവഴി ഉണ്ടാക്കാൻ നീതി നടപ്പാക്കാൻ പറ്റുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എത്രയോ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവിതങ്ങളെയാണ് തൊടുന്നത്. അപ്പൊ ഈ നിലയിൽ ഒന്ന് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയുന്നു, സിവിൽ സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് പറയുന്നു, 3 ഈ ജുഡീഷ്യറിയെ കുറിച്ച് പറയുന്നു, 4 മാധ്യമങ്ങളെ കുറിച്ചാണ്. ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്, നമ്മുടെയൊക്കെ പല പള്ളികളിലെ ചർച്ചകൾ തന്നെ ടെലിവിഷൻ കാണുന്നത് പാപമാണ്, TV ഒരു പിശാചിന്റെ പെട്ടി. ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട്, ടെലിവിഷൻ പിശാചിന്റെ പെട്ടി എന്ന് പറഞ്ഞ് വളരെ പ്രധാനപ്പെട്ട ക്രൈസ്തവ മാസികകളിൽ ധാരാളം എഴുത്തുകൾ, ലേഖനങ്ങൾ. നമ്മളൊക്കെ KCSL മത്സരങ്ങളൊക്കെ പോകുമ്പോൾ ഒരു വിഷയം ഇത് തന്നെയായിരുന്നു, മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അപകടങ്ങൾ. അപകടങ്ങളാണ് നമ്മുടെ വിഷയം. ഇന്റർനെറ്റ് എന്ന ചതിക്കുഴി, ഇതൊക്കെ ഞാൻ ഉപന്യാസം എഴുതിയിട്ടുള്ള വിഷയങ്ങളാണ്. ഞാൻ സംസ്ഥാന പ്രസംഗ മത്സരങ്ങളിൽ വിജയിച്ചിട്ടുള്ള പ്രസംഗങ്ങളാണ്. അപ്പൊ ഞാൻ പറയുന്നത്, ഇങ്ങനെയുള്ള ഒരു സമീപ പരിസരത്ത് നിങ്ങൾ എങ്ങനെയാണ്, നിങ്ങൾക്ക് മീഡിയയിൽ ആളില്ല എന്ന് അല്ല, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. അപ്പൊ ഇത് അതിന്റെ നന്മകൾ അത് വിലയിരുത്താനായിരിക്കും നമ്മൾ പറയുക. പക്ഷെ നമ്മൾ നറേറ്റീവുകളുടെ ഒരു പ്രശ്നമാണെന്ന് ഞാൻ പറയുന്നു. ഇങ്ങനെയുള്ള മീഡിയയെ കുറിച്ചും മൊബൈൽ ഫോണിനെ കുറിച്ചും ടെക്നോളജിയെ കുറിച്ചും വളർച്ചയെക്കുറിച്ചും പിന്നീട് നമ്മൾ വന്നപ്പോൾ ന്യൂസ് ചാനലുകളെ കുറിച്ചൊക്കെയാണ് നമ്മുടെ സർക്കിളുകളിൽ നമ്മൾ അതിന്റെ അപകടങ്ങളെക്കുറിച്ചും ഒക്കെ വലിയ ആശങ്ക വേണം. പക്ഷെ അറിയാം, നമ്മൾ ആളുകളെ ബോധവൽക്കരിക്കാനായിരിക്കും, നല്ല മനസ്സോടെ ആയിരിക്കും ഇതൊക്കെ പറയുക. പക്ഷേ ഇതിൽ നിന്നൊക്കെ നമ്മളുടെ ആളുകൾ മാറി അവർ മറ്റു വളരെ സേഫായ ജോലികൾ. അപ്പൊ ഇതിന്റെ അല്ല, ഈ 4 ജോലികളുടെ പ്രശ്നം, ഈ 4 ജോലികളിൽ വലിയ അനിശ്ചിതത്വങ്ങൾ ഉണ്ട് എന്നതും ഒരു റീസൺ ആണ്, റിസ്ക് ഉണ്ടെന്നുള്ള റീസൺ ആണ്. പക്ഷെ റിസ്കിനപ്പുറത്തേക്ക് നമ്മൾ സൃഷ്ടിച്ച നറേറ്റീവുകൾ നമ്മുടെ മനസ്സിൽ പതിഞ്ഞു പോയതും ഇത്തരം കാര്യങ്ങളിൽ നിന്ന് മാറി. നമുക്ക് ഈ 4 നമ്മുടെ സ്ഥാപനങ്ങളുണ്ട്. ഈ 4 ഡൊമൈനിൽ, രാഷ്ട്രീയത്തിൽ മാത്രം നമുക്ക് ഒഫീഷ്യലി നമുക്ക് സ്ഥാപനങ്ങളില്ല. പക്ഷെ ഈ 4 സ്ഥാപനങ്ങളിൽ നമ്മുടെ എത്ര മക്കൾക്ക് അവരെ നമ്മളുടെ സ്കോളർഷിപ്പോടുകൂടി, അല്ലെങ്കിൽ അവരെ കുറച്ചുകൂടെ വിശാല മനസ്സോടുകൂടി
പഠിപ്പിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പം ശ്രമിച്ചിട്ടുള്ള ചോദ്യം, ഒരു ആത്മവിമർശനത്തിന്റെ പുറത്തു നിന്ന് മാത്രമല്ലേ നമുക്ക് ഈ വിഷയത്തെ കാണാൻ സാധിക്കുകയുള്ളൂ? വിമർശനാത്മകമായിട്ട് തന്നെ സമീപിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം നമ്മള് ഒരു തലമുറയെ അരാഷ്ട്രീയതയുടെ അങ്ങേയറ്റത്തേക്ക് കൊണ്ടുപോകുന്നതിൽ നമ്മുടെ ഇത്തരം വളരെ എന്താ പറയാ നിർദോഷമെന്ന് കരുതാവുന്ന, നേരത്തെ സൂചിപ്പിച്ചു, നിർദോഷമെന്ന് കരുതാവുന്ന ചില കമന്റുകളിലൂടെ ഒരു തലമുറയെ അരാഷ്ട്രീയതയിലേക്ക് കൊണ്ടുപോകാൻ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ പഠനങ്ങൾക്ക് വഴിവെച്ചു എന്ന് വിശേഷിപ്പിക്കുന്നു. ഇപ്പൊ കുശ്രാൻ ടീച്ചറൊക്കെ ഒരു വലിയ കലാലയത്തിൽ പഠിപ്പിച്ചിട്ടുള്ള അധ്യാപികയാണ്. ഒരു കാലഘട്ടത്തില് ക്യാമ്പസ് രാഷ്ട്രീയം കലുഷിതമായിരുന്ന ഒരു കാലഘട്ടത്തില്, അല്ലെ, രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടായ ഒരു കാലഘട്ടത്തില് പൊതുസമൂഹം ഇത് വളരെ മോശമായ ഒരു കാര്യമാണെന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു കാലത്തിലാണ് നിരോധനമൊക്കെ വന്നത്. പക്ഷേ ക്യാമ്പസ് രാഷ്ട്രീയം അത്ര കണ്ട് മോശമായ ഒരു കാര്യമാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. അതിലൂടെ വളർന്നു വന്ന അനേകായിരം മനുഷ്യര്, അനേകായിരം നേതാക്കന്മാരുണ്ട് നമുക്ക്. അപ്പൊ അവിടെ ക്യാമ്പസ് രാഷ്ട്രീയം അപ്പാടെ മോശമാണെന്നല്ല നമ്മൾ പഠിപ്പിക്കേണ്ടിയിരുന്നത്. മറിച്ച് അതിന് പ്രൊവാക്റ്റീവായിട്ട് ഇടപെടാൻ, ക്രൈസ്തവികമായിട്ട് നമുക്ക് നമ്മുടേതായ ഒരു ഇടം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് തികച്ചും വസ്തുതാപരമായ ഒരു കാര്യമാണ്. അത് രാഷ്ട്രീയത്തിൽ മാത്രമല്ല, മറ്റു മേഖലകളിൽ പോലും ചില ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ, ഇപ്പൊ നീതിന്യായ വിഭാഗത്തെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ എണ്ണം പറഞ്ഞ ചില ന്യായാധിപന്മാരൊക്കെ ഈ നമ്മുടെ സമൂഹത്തിൽ, ഈ ചെറിയൊരു സമൂഹത്തിന്റെ പ്രതിനിധികളാണ് എണ്ണം പറഞ്ഞ ന്യായാധിപന്മാർ. ഞാൻ പേരൊന്നും പറയുന്നില്ല, നമുക്കറിയാം. ആ വ്യക്തികള് അവരിരുന്ന ഓഫീസിന്റെ ഔന്നത്യം പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ളവരാണ്, അല്ലെ? അതുപോലെ തന്നെ രാഷ്ട്രീയത്തില്, ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഏറ്റവും അറ്റത്ത് എത്തിയിട്ടുള്ള ആൾക്കാര് ഈ സമൂഹത്തിൽ നിന്നുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇവർക്കൊക്കെ ഒരു തുടർച്ച ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഇടയ്ക്ക് എപ്പോഴോ നമുക്കൊന്ന് കാലിടറി പോയിട്ടുണ്ട്, ഇപ്പൊ നമ്മൾ തിരിച്ചുവരവിന്റെ പാതയിലാണ്. ആ ഇടക്കാലത്ത് നമുക്ക് സംഭവിച്ചത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, അതിലേക്ക് കുറച്ചും കൂടി ആഴത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ കാരണം മനസ്സിലാവും. ശരി, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് ഇതിന്റെ ഒരു ആദ്യ ഭാഗമാണ്, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ഏറെക്കുറെ ഭാഗങ്ങൾ ചർച്ച, നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ നമുക്കിനി ഇതിനകത്ത് നമ്മൾ ചിന്തിക്കേണ്ടത്, ഇതിലൊരു നീതി എന്തുകൊണ്ടാണ് നമ്മളുടെ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു പ്രാതിനിധ്യം എന്ന് പറയുന്നത്, അതെനിക്ക് തോന്നുന്നു അതൊരു നീതി കൂടിയാണല്ലോ. ഒരു രാഷ്ട്രത്തിൽ ഒരു ന്യൂനപക്ഷ സമൂഹം, എല്ലാ ന്യൂനപക്ഷങ്ങളും, അതിപ്പോൾ നമ്മൾ ക്രൈസ്തവ സമൂഹം എന്ന് മാത്രമല്ല, ഏത് ന്യൂനപക്ഷത്തിനും അവരുടെ എണ്ണത്തിൽ കുറവായി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ നീതി ഈ രാജ്യത്ത് മുഴങ്ങി കേൾക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ റിസർവേഷൻ, നമുക്കത് കിട്ടുന്നില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചത് അതിനൊക്കെ ആയിരുന്നു. ഇപ്പം അത് അങ്ങനെയാണോന്നോ അത് ആരിലേക്കാണോ പോകുന്നതെന്ന് ചർച്ച നമ്മൾ ഇവിടെ നടത്തുന്നില്ല. പക്ഷേ ഇതൊക്കെ പ്രാതിനിധ്യം എന്ന് പറയുക, റെപ്രസെൻറ്റേഷൻ എന്നാണല്ലോ അതിന് പറയുക, അല്ലെ? റെപ്രസെൻറ്റേഷൻ എന്നാണോ വിളിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള റെപ്രസെൻറ്റേഷനാണ് ഈ രാഷ്ട്രത്തിന്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നത് എന്നതുകൊണ്ടാണല്ലോ നമ്മൾ റിസർവേഷൻ എന്നൊക്കെ അതിനെ മറ്റൊരു വിധത്തിൽ വിളിക്കുക. പക്ഷെ ഇവിടെ അതല്ല. ഇവിടെ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടായിരിക്കും ഒരു നീതി, ഇപ്പം ധാരാളം പൊളിറ്റീഷ്യൻസ്, BJP-യുടെ ഏറ്റവും മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ അവർ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഇങ്ങനെ നല്ല നേതാവാകാൻ സാധിച്ചത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സിസ്റ്റേഴ്സ് നൽകിയ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നിന്നാണ്. അവർ ഞങ്ങൾക്ക് മൈക്ക് വെച്ചു നീട്ടിയപ്പോൾ, ഒരു വേദിയിൽ ഉറക്ക സംസാരിക്കാൻ അവസരം തന്നപ്പോൾ, ഞങ്ങൾ പരാജയപ്പെടുത്തപ്പോൾ ചേർത്ത് പിടിച്ച വൈദികനും, ഇങ്ങനെയൊക്കെയുള്ള ഇടങ്ങളിൽ നിന്നാണ് അവർ വന്നത്. അപ്പം തീർച്ചയായിട്ടും അങ്ങനെ ഒരു ശ്രമിച്ച പോലെ ഇൻവിസിബിൾ ആയ ഒരു പ്രസൻസ് എല്ലായിടത്തും ഉണ്ടല്ലോ. പക്ഷെ അതിനും അപ്പുറത്തേക്ക് വിസിബിൾ ആയിട്ടുള്ള പ്രസൻസ് ഉണ്ടാകുക എന്നത് അതൊരു നീതി കൂടിയാണല്ലോ, അതൊരു വർഗീയത അല്ലല്ലോ, അതൊരു നീതിയാണല്ലോ, ഒരു സാമൂഹിക നീതിയാണല്ലോ. ഈ സാമൂഹിക നീതി ഉണ്ടാകാൻ എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ ചർച്ചയുടെ രണ്ടാം ഭാഗം. ഓക്കെ, രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഉപയോഗിച്ചൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു, നറേറ്റീവ്സ്. യെസ്, നമ്മൾ വിശദീകരിച്ച രീതിയിൽ കുറെ പാളിച്ചകൾ വന്നിട്ടുണ്ട്. സഭ പക്ഷെ കൃത്യമായിട്ട് ഓരോ സമയത്തും അപ്പസ്തോലിക പ്രബോധനങ്ങളിലൂടെയോ, അല്ലെങ്കിൽ ഇപ്പൊ റീസെന്റ് ഇറങ്ങിയ AI മാഗ്നിഫിക്കത്ത് ഹ്യൂമാനിറ്റാസ്, എത്ര സുന്ദരമായ ലിയോ 14 ആദ്യത്തെ ചാക്രിക ലേഖനം, ഫസ്റ്റ് എൻസൈക്ലിക്കൽ ലെറ്റർ, അതിനകത്ത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ AI-യുടെ ഉപയോഗം എത്രത്തോളം നമ്മൾ ഫിൽട്ടർ ചെയ്ത് ഉപയോഗിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, ഏത് രീതിയിലാണ് അത് രാഷ്ട്ര നിർമ്മാണത്തിന് എങ്ങനെ ഉപയോഗിക്കണം, നമ്മുടെ സ്കൂളുകളിലെയും കോളേജുകളിലൊക്കെ ഒരു പൗരബോധം വളർത്തിയെടുക്കാൻ AI എങ്ങനെ ഉപയോഗിക്കാം, ഏതെല്ലാം മാർഗങ്ങളിലൂടെ. സത്യത്തിൽ ഇതിന്റെ നെറേറ്റീവ്സ് എത്തുന്നില്ല എന്നുള്ളതാണ്. മനസ്സിലായോ? എവിടെയൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, പക്ഷെ അത് എത്തേണ്ടത് ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് എത്തുന്നില്ലെന്ന് മാത്രമല്ല,
ശരിയായ രീതിയിലുള്ള വിശദീകരണവും എത്തുന്നില്ല. ഇപ്പം നമുക്ക് പറ്റിയൊരു പരാജയം നമ്മൾ ക്യാമ്പസ് രാഷ്ട്രീയം നിരോധിച്ചെന്ന് പറഞ്ഞു. അതിൻ്റെ കോണ്ടെക്സ്റ്റും പറഞ്ഞ് കലാലയത്തിൽ വളരെ മോശമായിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ കുട്ടികൾ തമ്മിൽ ശാരീരികമായി ഉപദ്രവിക്കുന്നു, ചോരപ്പുഴ ഒഴുകുന്നു. അതും ആ 18 വയസ്സ് 19 വയസ്സ് രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ വെറും ചട്ടുകങ്ങളായിട്ട് നമ്മുടെ പിള്ളേർക്ക് ആ പ്രായമാണ്. ആ പ്രായം ഇങ്ങനെ വന്നപ്പോഴത്തേക്കും നിയമം വഴി ഇതിനെ നിരോധിച്ചതിനെ ക്രൈസ്തവ മാനേജ്മെന്റ് ഉൾപ്പെടെ എല്ലാവരും സ്വാഗതം ചെയ്തു. കാരണം അതിന്റെ നിഷേധാത്മകത ഞാൻ ഉൾപ്പെടെയുള്ള അതിലേക്ക് പോകണ്ട. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഇനി എന്ത് എന്നുള്ളതാണ് നമ്മൾ ബോധവൽക്കരണം. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ബോധവൽക്കരണം, കോൺഷ്യന്റൈസേഷൻ. അപ്പൊ ഈ നമ്മൾ ഈ പരാമർശം 4 മേഖലകളിലേക്കും കടന്നു ചെല്ലാനുള്ള ഒരു ബോധവൽക്കരണ പ്രക്രിയ ബുദ്ധിപൂർവ്വം തന്നെ നമ്മൾ ആരംഭിക്കേണ്ടിയിരിക്കുന്നു. അതൊരു പക്ഷേ ഇടവകകളിലൂടെ ആകാം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ ആകാം, നമ്മുടെ സംവിധാനങ്ങളിലൂടെ ആകാം. സഭയുടെ പല ഫോറത്തിലും ഇരുന്നു കൊണ്ട് ഞാൻ വളരെയധികം കേട്ടിട്ടുള്ളതും ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. മേ ബി കഴിഞ്ഞ 20 വർഷമായിട്ട് സ്ഥിരമായി ഞാൻ കേൾക്കുന്ന വിഷയമാണ് IAS, IPS, IFS മേഖലകളിലേക്ക്, രാഷ്ട്രീയത്തിലേക്ക് നമ്മുടെ ആളുകൾ കടന്നു വരണം. പക്ഷെ എവിടെയോ ഒരു ഇനേർഷ്യയുണ്ട്. ഒന്ന്, അവർ സ്വമേധയാ കടന്നു വരുന്നില്ല. രണ്ടാമത് കടന്നു വരാൻ പ്രോത്സാഹിക്കപ്പെടുന്നില്ല. പിന്നെ കടന്നു വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തവരെ നമ്മൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. സഭയുടെ മക്കളാന്നും പറഞ്ഞ് ചേർത്ത് പിടിക്കുന്നുണ്ട്. അവർ സഭയിലൂടെ വന്നവരല്ല, പക്ഷെ അവർ തന്നെ അവരുടേതായ വഴികൾ തേടി വന്നവരാണ്, ചേർത്ത് പിടിക്കും. അപ്പൊ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം, ഈ ഒരു ബോധ്യം നമ്മുടെ ഒരു വലിയ ചലഞ്ചായിട്ടും ഒരു ടാസ്കായിട്ടും നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ്. സഭാ മക്കൾ തന്നെ ഏറ്റെടുക്കുക. പല വ്യത്യസ്ത തലങ്ങളിൽ നമ്മുടെ ആൾക്കാർ നിയമനിർമ്മാണ സഭയിൽ വേണം, കാര്യനിർവഹണം എക്സിക്യൂട്ടീവിൽ വേണം, ഡിസിഷൻ മേക്കിങ്ങിൽ വേണം, പോളിസി മേക്കിങ്ങിൽ വേണം, മാധ്യമങ്ങളിൽ വേണം. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്ത് നമുക്ക് ഒത്തിരി മാധ്യമ സ്ഥാപനങ്ങൾ വന്നു കഴിഞ്ഞു, മീഡിയ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ. അവിടെയും എല്ലാം ഈ ഒരു ഫോക്കസ് ഉണ്ടോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഗ്രാഫിക് ഡിസൈനിങ് ആകാം, മറ്റു പലതും അല്ലേ, വീഡിയോ എഡിറ്റിംഗ് ആകാം. ഇവിടെയൊക്കെ പല ചാനലുകളിൽ പോകുന്ന ഒരാളാണല്ലോ ഞാൻ. നമ്മുടെ ചാനലുകളിലൊക്കെ നമ്മുടെ പ്രസൻസ് വർദ്ധിപ്പിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഒരു ഫോക്കസോടുകൂടി അടുത്ത തലമുറയെ പിന്നെ പെട്ടെന്ന് ഈൽഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കണം. അതായത് നഴ്സിങ്ങിൻ്റെ കാര്യം പറഞ്ഞ പോലെയാണ് ഈ ഗസ്റ്റേഷൻ പീരീഡ് എന്ന് ഒരു സാധനമുണ്ട്. അതായത് ലോങ് ടേം പ്ലാനാണ്. ലോങ് ടേം പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വിത്ത് എറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ മുളയ്ക്കുന്നതല്ല, അപ്പം തന്നെ മുളയ്ക്കില്ല. പിന്നെ അപ്പം അതിന് നമ്മളെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മുടെ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യമുണ്ട്. വെള്ളം ഒഴിച്ചു വളർത്തിയ ഒരു ചെടിയും വൻമരങ്ങളായിട്ടില്ല. സ്വയം ജലം കണ്ടെത്താൻ വേരുകൾ തേടി പോയിട്ടുള്ള മാത്രമേ വൻമരങ്ങളായിട്ടുള്ളൂ. അപ്പൊ എനിക്ക് കിട്ടട്ടെ എന്നും പറഞ്ഞിരിക്കാതെ എനിക്ക് എങ്ങനെ വേരുകൾ തേടി പോകാൻ പറ്റും, ആ രീതിയിലുള്ളൊരു ബോധവൽക്കരണം ഞാൻ പറയുന്നത്. ആ രീതിയിലുള്ള ബോധവൽക്കരണമാണ് നമ്മുടെ ഒരു റെമഡി. രണ്ടാമത് സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്മുടെ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. നമ്മളെപ്പോലെ എത്ര മനോഹരമായ സിസ്റ്റം 2000 വർഷമായിട്ടും ഇന്ന് നിലനിൽക്കുന്ന ഇത്രയും നല്ല സിസ്റ്റം. ഇതിനിടയിൽ എത്രയോ ഇസങ്ങൾ വന്നു, എത്രയോ സിസ്റ്റങ്ങൾ കടന്നു, എത്രയോ സിസ്റ്റങ്ങൾ നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്നു, തകരുന്നു, ഇല്ലാതാകുന്നു. പക്ഷെ ഇപ്പോഴും മനോഹരമായിട്ട് തരുന്ന ഒരു സ്ട്രക്ചറൽ ബ്യൂട്ടി ഉണ്ട് നമുക്ക്. ആ സ്ട്രക്ചറൽ ബ്യൂട്ടി ഈ കാര്യത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ റെമഡി. ശരി, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ടീച്ചർ പറഞ്ഞതിനോട് ഒരു കാര്യം ആഡ് ചെയ്യാം. അതായത് ഇപ്പൊ പാപ്പയുടെ ചാക്രികലനത്തെ കുറിച്ച് പറഞ്ഞു. നൂറ്റാണ്ടുകളായിട്ട് ഇത്തരം കാര്യങ്ങൾക്ക് അടിസ്ഥാനമിട്ടത് കത്തോലിക്ക സഭ തന്നെയാണ്. റൈറ്റ് ബേസ്ഡ് ആയിട്ടുള്ള എല്ലാ നിയമങ്ങളുടെയും നമ്മൾ വായിച്ചെടുക്കുകയാണെങ്കിൽ ഇത്രത്തോളം ധാർമ്മിക ഇടപെടലുകൾ നടത്തിയ ആരും ഉണ്ടായിട്ടില്ല. ഈ ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ പിന്നീട് ഏറ്റെടുത്ത ധാർമ്മികമായ പല കാര്യങ്ങളുടെയും അല്ലെ സഭയുടെ സാമൂഹ്യ പ്രബോധനങ്ങളുടെ അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്റെ ഒരു പോയിന്റ് ഇതാണ്, നമുക്ക് നമ്മുടെ ക്രൈസ്തവ നാമധാരികളായിട്ടുള്ള ആൾക്കാർ വരിക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് കത്തോലിക്ക സഭ മുന്നോട്ട് വയ്ക്കുന്ന ധാർമ്മികതയുടെ പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന, അതിനെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനായി നമ്മുടെ മക്കളും ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വളരണം. എന്താ പറ്റണേന്നറിയാമോ? നമ്മുടെ മക്കൾ പിന്തള്ളപ്പെടുന്നുണ്ട്. ടീച്ചറെ, ഞാനത് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. ടീച്ചറോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. നമ്മൾ വളരുന്നതോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ആശയപരമായ ഒരു ബോധ്യം, അടിത്തറ ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രധാനം. നമ്മൾ മതബോധനം പഠിപ്പിക്കുന്നുണ്ട്, വിശ്വാസ പരിശീലനം നടത്തുന്നുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് സഭ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഒരു ധാർമ്മിക മനസാക്ഷി
രൂപപ്പെട്ടിട്ടുണ്ടോ? ഇപ്പൊ നമ്മളുടെ ക്രൈസ്തവ ആൾക്കാര് മാധ്യമ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവര്, വക്കീൽമാരായിട്ട് പ്രവർത്തിക്കുന്നവര്, രാഷ്ട്രീയത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവര്, ഇവരൊക്കെ പൊതുസമൂഹത്തിന് മുൻപിൽ ഒരു എന്താ പറയാ ഒരു മോഡലായിട്ട്, ഒരു ഐക്കണായിട്ട് പ്രവർത്തിക്കാനായിട്ട് അവർക്ക് സാധിക്കുന്നുണ്ടോ? ചുരുക്കം ചില ആൾക്കാരുണ്ടില്ല അത് സാധിക്കാനുള്ള എങ്ങനെയാണെന്ന് അതാണല്ലോ നമ്മുടെ ചർച്ച. ചോദ്യം അതാണ്, how? എങ്ങനെ അതിലേക്ക് എത്തിക്കാം? അതിനുള്ള ഉത്തരവുണ്ടോ അങ്ങേക്ക്? അതിന് നമ്മൾ കൃത്യമായിട്ട് അവർക്ക് കൂടുതൽ ഞാൻ പറയും ധാർമ്മികമായി ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ബോധവൽക്കരണം കൊടുക്കുക. നല്ല ഡിസ്കഷൻസ്, നല്ല ഡിബേറ്റുകൾ. നമ്മളൊക്കെ കുഞ്ഞുനാളിൽ എന്തോരം ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് ഈ ക്യാമ്പസ് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട്. നല്ല എന്താ പറയുക, കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ചർച്ചകൾ നമ്മുടെ ഇടവകകളിലും നമ്മുടെ കലാലയങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകണം. അതിനാണ് നമ്മുടെ KCYM പോലുള്ള യുവജന സംഘടനകൾ കൂടുതൽ ഊന്നൽ നൽകുന്നത്. പലപ്പോഴും ഉപരിപ്ലവമായ പലതിന്റെയും പുറകെ പോയിട്ട് ഇത്തരം ശരി. പക്ഷെ എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് ബേസിക്കലി ഒരു പ്രശ്നം, നമ്മൾ ഈ ആത്മീയതയുടെ അങ്ങേ തലങ്ങളിൽ അതിൽ നിൽക്കുമ്പോഴും നമ്മളുടെ ഈ ഇത്തരത്തിലുള്ള അക്കാഡമിക് ആയിട്ടുള്ള നമ്മളുടെ വെൽബീയിങ്ങിന് വേണ്ടി എന്താണ് ആത്മീയത? നമ്മളുടെ ഈ സ്കൂളിന്റെ ഈ ഒരു 4 ചുവരുകൾക്ക് അപ്പുറത്തേക്ക് സ്കൂളിൽ കൊണ്ടുവിടുക എന്നുള്ള ഒരു അക്കാഡമിക് പ്രോസസ്സിലൂടെ ഒന്നും ആ ഒരു കെട്ടിടത്തിനുള്ളിൽ കയറിയവരൊന്നും കയറിയാൽ മാത്രം ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന മത്സര പരീക്ഷകളോ കയറാൻ പറ്റുന്ന വഴികളെ കുറിച്ചൊന്നുമല്ല നമ്മൾ സംസാരിക്കുന്നത്. അപ്പം നമ്മളൊരു കുട്ടിക്ക് ഒരു അഡ്മിഷൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവൻ തനിയെ അതിലേക്ക് എത്തുമെന്നൊക്കെയുള്ള ആ ഒരു തെറ്റായ ധാരണയിലാണ് നമ്മളുടെ മാതാപിതാക്കൾ എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷയം. അതിന് ഇവർക്ക് കൃത്യമായ പരിശീലനങ്ങളും കൃത്യമായ പ്ലാനുകളും നമുക്ക് ഉണ്ടാകണം. വീടുകളിൽ നിന്ന് കിട്ടിയില്ലെങ്കിലും ഇതിന് ഇത്രയും 50,000-ലധികം സ്കൂളിൽ നടക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്നാണ് നമ്മൾ ഈ സംസാരിക്കുന്നത്. ഇത്രയും സിസ്റ്റം ലോകത്ത് ആർക്കുണ്ട്? ഇത്രയും സിസ്റ്റം ഓൺ ചെയ്യുന്ന ആളുകൾ ഇതൊക്കെ ഉണ്ട്. അത് ഈ ഒരു നമ്മുടെ മക്കളുടെ നന്മയ്ക്ക് ഒരു പ്രയോറിറ്റി എന്തുകൊണ്ടാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കാത്തത് എന്ന ഒരു സന്ദേഹത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഇത്രയും സ്ഥാപനങ്ങൾ ഇന്ത്യയുടെ എല്ലാ മുക്കിലും മൂലയിലും ബിൽഡ് ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു ബിൽഡ് ചെയ്യാൻ നമുക്ക് സാധിക്കാൻ പറ്റുന്നത്? ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ ഇല്ല എന്നുള്ളതാണ്. പാരന്റ്സിന് മാത്രമല്ല, നമ്മുടെ സംവിധാനങ്ങൾക്ക് ഈ വിഷയങ്ങളിൽ കുറച്ചും കൂടെ ധാരണ ഉണ്ടാകണം. അതുണ്ടാകാതെ ഈ വിഷയത്തിൽ അതിനവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കാനും നമ്മുടെ സമ്പത്തിന്റെ ഒരു നല്ല വിഭാഗം അത്തരം കാര്യങ്ങളിൽ മാറ്റിവെക്കാനും അത് സന്യാസ സമൂഹങ്ങളുടെയും രൂപതകളുടെയും എല്ലാം കൂട്ടായ്മകൾ അതിലേക്ക് വന്നാൽ മാത്രമാണ്. കാരണം ഇതെല്ലാം പണച്ചെലവ് ആവശ്യമുള്ള കാര്യങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതിലേക്കൊക്കെയുള്ള സാമ്പത്തികമായ ഒരു സ്രോതസ് കൂടി അതിന് നിശ്ചിത ശതമാനം അതിനുവേണ്ടി മാറ്റിവെച്ച് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്വപ്നം നമുക്ക് അങ്ങനെ ഒരു ബ്ലൂ പ്രിന്റ് ഇല്ല, നമുക്ക് അങ്ങനെ ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ല. ഒന്നുകൂടി അറിയാതെ ടീച്ചറെ, നമ്മള് ഒരുപാട് കമ്പാർട്ട്മെന്റുകളിൽ ഇങ്ങനെ എന്താ പറയാ സ്റ്റക്കാണ്. നമ്മളൊരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്ലാൻ ഇല്ല എന്ന് ഞാൻ പറയും. അതാണ് മാസ്റ്റർ പ്ലാൻ. നമ്മൾ പലരും പല രീതിയിൽ ഒരു കോൺഗ്രിഗേഷൻ പ്ലാൻ ചെയ്യുന്നു, ഒരു രൂപത പ്ലാൻ ചെയ്യുന്നു, ഒരു ചെറിയ രീതിയിൽ അങ്ങനെ ഇമ്മീഡിയറ്റ് റിസൾട്ട് നൽകുന്ന പ്രോഫിറ്റ് ഓറിയന്റഡ് കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. മറിച്ച് കുറച്ചുകൂടി വിശാലമായ ലോകത്തിൽ, അവിടെ ഞാൻ എന്താണ് ആത്മീയത എന്ന് ഇടയ്ക്ക് ചോദിച്ചത്. ആത്മീയത എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടി വിശാലമായിട്ട് നമ്മൾ ചിന്തിക്കണം. മനുഷ്യന്റെ സമഗ്ര മേഖലകളെ സ്പർശിക്കുന്നതാണ് ആത്മീയത. ഈ ഷക്കീന ഫൈറൂമിന്റെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു 10 വർഷം മുന്നേ എങ്കിലും കാണേണ്ട ഒരു സ്വപ്നത്തെ കുറിച്ചാണ് നമ്മൾ സംവദിക്കുന്നത്. ഇന്ന് വിത്തിട്ട് നാളെ മുളച്ചു പൊങ്ങുന്ന ഒന്നിന്റെ പേരല്ല ഈ 4 തൂണിലുമുള്ള പ്രാതിനിധ്യം എന്ന് പറയുന്നത്. അതിന് തീർച്ചയായിട്ടും ഒരു കൂട്ടായ യജ്ഞമാണ് ആവശ്യമായ ഒരു കാര്യം. 2, അതിന് സമ്പത്തിന്റെ വലിയ ഒരു സ്രോതസ് കണ്ടെത്താനും ആ സംവിധാനങ്ങളെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റിലൂടെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുമുള്ള ആ ഒരു കെൽപ്പാണ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടത്. ഷക്കീന ഫൈറൂം ഇവിടെ അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി, നമസ്കാരം.